ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് തന്നെയാണ് ഇസ്രായേലിൽ വളരെ ഹോട്ട് ടോപ്പിക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓർത്തു വെക്കണം, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിറ്റാലിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരോടാണ് നമ്മൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നല്ല രീതിയിലുള്ള ബോധ്യം വേണമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെതന്യാഹു സംസാരിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ ഉയർന്നു വരുന്നത് ഈ ഒരു കൊച്ചു കുട്ടികളും ഒരു ബിബാസ് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ ഹമാസിനെതിരെയുള്ള വികാര പ്രകടനങ്ങൾ വരുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ലെബനാൻ ഭാഗത്ത് നിന്ന് പിൻവലിച്ച അത്രയും IDF സോൾജേഴ്സിനെയും കൊണ്ട് ഗാസയുടെ ബോർഡറുകളിലാണ് നിർത്തിവെച്ചിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഏത് മൊമെന്റിലും ഗാസയ്ക്കുള്ളിൽ ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണത്. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് ഭാഗത്തിൽ ഏറ്റവും കൂടുതൽ 2002 ശേഷം വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഇത്രയും എഫക്റ്റീവ് ആയിട്ട് ഒരു ഓപ്പറേഷൻ ഇപ്പോഴാണ് നടപ്പിലാക്കുന്നത്. ഈ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഓപ്പറേഷൻ അല്ല, വൈഡ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻ ആണ്. ഏതാണ്ട് 3ഓളം ക്യാമ്പുകൾ പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ 40,000 ഞാൻ ഇതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാളും നമ്പേഴ്സ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവിടെ തുടർച്ചയായിട്ട് ഈ ഒരു ഒഴിപ്പിക്കൽ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ്. കാര്യം വേറൊന്നുമില്ല, ട്രംപ് ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് ട്രംപ് ഈ ഒരു ഗാസയെ ഞാൻ ഏറ്റെടുക്കുന്നുള്ളത് ഇല്ല, ഗാസ ഇസ്രായേൽ എനിക്ക് കൈമാറിയാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത് അവസാനം. അപ്പൊ ഇസ്രായേൽ ഇതിനെ പൂർണ്ണമായിട്ട് ഒഴിപ്പിച്ച് അങ്ങോട്ട് കൈമാറും എന്നത് തന്നെയാണ് ഇതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ്. പിന്നെ ഇതിലൂടെ ട്രംപ് ഒരു കാര്യം കൂടെ, ഈ ഒരു ട്രംപിന്റെ ഈ ഒരു പ്രസ്താവനയുമായിട്ട് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഉയർത്തെഴുന്നേറ്റ് ഇങ്ങനെ വീറും വാശിയും കൊണ്ട് വന്നാൽ തന്നെയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് മനസ്സിലായോ? അതായത് യഥാർത്ഥ പാലസ്തീൻ എന്ന് പറയുന്നത് ജോർദാൻ ആണെന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ട്രംപ് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം. അതായത് ഈ ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ സമയത്ത് പാലസ്തീനികൾക്കും യഹൂദർക്കും സ്ഥലം പിരിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ ഈ ഒരു ട്രാൻസ് ജോർദാൻ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തോട് ചേർന്ന് ഈ ഒരു ജോർദാൻ ഇപ്പൊ നിലനിൽക്കുന്ന ആ ഒരു വലിയൊരു ഏരിയയിലാണ് കംപ്ലീറ്റ് ഈ ഒരു മുസ്ലിംസ് ആയിട്ടുള്ള അറബ് മുസ്ലിംസിനുള്ള സ്ഥലം കൊടുത്തിരുന്നത്. ആ ഭാഗത്തേക്ക് ഇസ്രായേലികളായിട്ടുള്ള ജൂസ് പ്രത്യേകിച്ചും അതിൽ കടന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. മനസ്സിലായി? അതായത് ജോർദാൻ റിവർ ആ ഈ ഭാഗത്ത് ഈ രീതിയിൽ നടുക്ക് കിടക്കുന്ന ഒറ്റ ലൈൻ, സിംഗിൾ ലൈൻ. ഞാൻ മാപ്പ് കാണിക്കാം, ആ മാപ്പിൽ ഞാൻ ആരോ മാർക്ക് കാണിക്കാം. ഈ ആരോ മാർക്കിന്റെ ഇപ്പുറത്ത് പാലസ്തീനികൾ, ഇതിന്റെ ഇപ്പുറത്ത് യഹൂദർ, ഇസ്രായേൽ സ്റ്റേറ്റ്. ഈ രീതിയിലാണ് ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ സമയത്തിൽ ഉണ്ടായിരുന്നതും ജോർദാനുമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഒരു കരാർ ഉണ്ടായിരുന്നത്. അതിനെ മാനിക്കാതെ ഈ ഇസ്രായേലിന്റെ ഭാഗത്ത് താമസിച്ചിരുന്ന അറബുകൾ ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടും അതിന് ഇസ്രായേൽ സമ്മതിച്ചതുമാണ് ഇതിൽ ഏറ്റവും വലിയ തെറ്റ്. ഹസൻ നസ്രുള്ള എന്ന് പറഞ്ഞ ഈ ഹിസ്ബുള്ളയുടെ ഏറ്റവും തലമൂത്ത തീവ്രവാദിയായിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നല്ലോ, അയാൾ സെപ്റ്റംബറിലാണ് ഇസ്രായേൽ വധിച്ചത്. അതിന്റെ ഒരു ഫ്യൂണറൽ സെറമണി അവർ ഇപ്പോഴാണ് നടത്തുന്നത്. ഒരു ഫ്യൂണറൽ സെറമണി പോലും അവർക്ക് ചൊവ്വേന്നേരം നടത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അതിന് വരെ സീസ് ഫയർ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടി വന്നു. സീസ് ഫയർ നടത്തി കൊടുത്തതിന് ശേഷമാണ് അവർക്ക് ഈ ഒരു ഫ്യൂണറൽ തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞത്. ഈ ഒരു ഫ്യൂണറൽ സെറമണി മൊത്തത്തിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലക്കാർഡുകളും ഒരുമിച്ച് അങ്ങ് എഴുതി വെച്ചിരിക്കുകയാണ് ഡെത്ത് ടു ഇസ്രായേൽ. കുറെ ഡെത്ത് ടു അമേരിക്കയൊക്കെ ഉണ്ട്, പക്ഷെ ഡെത്ത് ടു ഇസ്രായേലാണ് ഏറ്റവും മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്ത് എഴുതി വെച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു മാസ് ക്രൗഡ്. ഈ ഒരു മാസ് ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഈ ഒരു ക്രൗഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിലിപ്പം ഈ ഒരു തീവ്രവാദിയുടെ ഈ ഒരു പെട്ടിയില്ലേ, ഈ പെട്ടിയെ ചുറ്റിപ്പറ്റി കുറെ ആൾക്കാർ, ഒരു 50,000 പേര് കടുത്ത നിലപാടുള്ള തീവ്രവാദികളായിരിക്കും. അവർക്കായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇതിനകത്ത് ഈ 50,000 എണ്ണത്തിന് 2 ബോംബിട്ട് തകർത്താലും വീണ്ടും ഒരു 50,000 ഈ ഒരു കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ മുന്നോട്ട് വരും. ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കും. കാര്യം വേറെ ഒന്നുമില്ല, എൻറ്റയർ തലച്ചോറ് മൊത്തം തീവ്രവാദം ഇങ്ങനെ പടർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇസ്രായേൽ അഥവാ ജൂയിഷ് സ്റ്റേറ്റിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നാളെ ഒരു സമയത്ത് ജൂയിഷ് സ്റ്റേറ്റ് തന്നെ മൊത്തത്തിൽ അങ്ങ് ഒഴിവായി, ജൂതനെ ഇല്ല എന്ന് വിചാരിച്ചോ, ഇത് മറ്റുള്ള ഇതര മതസ്ഥർക്കിടയിൽ ഇത് വരും, ഉറപ്പാണ്, 100% ഉറപ്പാണ്. അവർക്ക് ഇപ്പോൾ ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ വീണ്ടും മറ്റാരാണോ ഇതര മുസ്ലിം അല്ലാതെ ഇതര മതത്തിൽപ്പെട്ട ആൾക്കാരായിട്ടുള്ളത് അവരെയും കൂടെ ഇവർ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും കാണുന്നത്. ആ രീതിയിലേക്ക് ഇവർ എവിടെയൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്നു അവിടെയൊക്കെ ഇവർ ഈ ഒരു മതം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കും. കാരണം അതിനുള്ള തെളിവാണ് ഇന്നലെ ഇത്രയും ആൾക്കാർ, ഈ ഒരു തീവ്രവാദിയെ പിന്തുണയ്ക്കുന്ന ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. ഷെയ്ഖ് സേഖ് എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഖ് നൈജീരിയക്കാരനാണ്. ഇവനൊക്കെ എവിടെ ഉണ്ടായിരുന്നു ഇത്രയും കാലം അറിയത്തില്ല, പക്ഷെ ഇന്നലെ പ്രസ്താവനയുമായിട്ട് വന്നിരിക്കുകയാണ്. അതാണ് സംഭവം. ഇതുപോലെ പല സ്ഥലങ്ങളിലും പല പൊത്തിലും പല ഏരിയകളിലും ഇവന്മാർ ഒളിച്ചിരിപ്പുണ്ട്. ഇവന്മാർ ഒളിച്ചും പാത്തും ഇരുന്ന് ഇങ്ങനെ ഈ മതത്തിന്റെ ഈ തീവ്രവാദം ഇങ്ങനെ ഈ വിഷം ഇങ്ങനെ കുത്തിവെച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഇവരുടെ ഒരു മൊത്തത്തിൽ നമുക്ക് കണ്ടു കഴിയുമ്പോൾ ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഡെത്ത് ടു ഇസ്രായേൽ എന്ന് വിളിക്കുന്നതിന്റെ ടോപ്പില് ഒരു 5-6 ഫൈറ്റർ ജെറ്റ് അങ്ങ് പറക്കാണ് ഇസ്രായേലിന്റെ. താഴെയുള്ളവന്മാരൊക്കെ എന്റെ ഞെട്ടിത്തെരിച്ചെന്ന് പറയാനല്ലോ, ആ രീതിയിലാണ്. ഒരുത്തരൊക്കെ ഈ ഒരു പെട്ടിയുടെ അടുത്ത് നിന്ന് തലയും കുനിഞ്ഞിങ്ങനെ എത്തി നോക്കുന്നു മുകളിലോട്ട്, ഈ ഫ്ലൈറ്റിൽ നിന്ന് വല്ല ബോംബ് വല്ല വരുന്നോ എന്നുള്ളത് നോക്കുന്നതാണ്. ആ രീതിയിലാണ്, പേടിച്ചിട്ടാണ് അവർ. ഇസ്രായേലിന്റെ ആ ഫൈറ്റർ ജെറ്റ് മുകളിൽ പറക്കുമ്പോഴത്തേക്കും ഇവിടെ കംപ്ലീറ്റ് സൈലന്റ് ആയി. ഈ ഡെത്ത് ടു ഇസ്രായേലും പിന്നെ ഒന്നും കാണാനില്ല, ആ രീതിയിലുള്ള സൈലന്റ് ആയി. കാരണം വേറെ ഒന്നുമില്ല, പേടിച്ചിട്ടാണ്. ഇത്രയും പേടിയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കോപ്രായങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്? അപ്പൊ ഇത്രയും ആൾക്കാർ പിന്തുണയ്ക്കുന്നുണ്ട് ഈ തീവ്രവാദത്തിന് എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം.
ഇതിനകത്ത് ഇസ്രായേൽ ചെയ്യുന്ന കാര്യം വളരെ വളരെ ശരിയാണ്. കാരണം ഈ ഒരു ക്രൗഡ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഈ രീതിയിലുള്ള റിറ്റാലിയേഷൻ ഇതൊന്നും പോരാ, ഇതിനേക്കാളും കൂടുതൽ റിറ്റാലിയേഷൻ അവർ ചെയ്യേണ്ടതുണ്ട്. ആ രീതിയിൽ അവർ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇവര് ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേലിനെ മൊത്തത്തിൽ അങ്ങ് തൂത്ത് തുടച്ച് കളയും. ഒരു കാര്യം ആലോചിച്ച് നോക്കും, ഇവരുടെ മനസ്സിൽ ഏത് രീതിയിലും ഒരു രീതിയിലുള്ള പശ്ചാത്താപമോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സങ്കടങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവർക്ക് ഒറ്റ എയിമാണുള്ളത്. ഇത് ഇവർക്ക് മാത്രമല്ല, ആഗോള തരത്തിൽ ഇതിനെ പിന്തുണയ്ക്കുന്ന ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരുടെ മാനസികാവസ്ഥ ഇത് സെയിം നിലപാടാണ്. ഇതിനകത്ത് യാതൊരു മാറ്റമില്ല. ഇൻക്ലൂഡിങ് നമ്മളുടെ മലയാളി ഹമാസുകൾ നടത്തുന്ന ചാനൽ ഇതെല്ലാം ഉൾപ്പെടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള മാനസികാവസ്ഥയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇവരുടെ നിങ്ങൾ നോക്കൂ, എത്ര ലീഡേഴ്സ് ഇവരുടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. എന്നിട്ടും ഇവർക്ക് യാതൊരു രീതിയിലുള്ള ഒരു സങ്കടവുമില്ല. ഇവർക്ക് അതിനെക്കുറിച്ച് ഒരു മാനസികാവസ്ഥയില്ല. ഇവർക്കുള്ള ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഗുണം ചെയ്യുന്ന, നമുക്ക് ഫ്യൂച്ചറിൽ നമ്മളെ മരണശേഷമുള്ള ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് വളരെ തീർത്തും വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാസ് ക്രൗഡ് കാണാൻ കഴിയുന്നത്. ഹസൻ നസറുള്ളയുടെ ഫ്യൂണറലിന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനിലും ഇതേ സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഇതേ സംഭവം ഹൂത്തികളുടെ ഇടയിൽ യമനിൽ സംഭവിച്ചിട്ടുണ്ട്. മാസ് ക്രൗഡ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ കേരളത്തിൽ കിടക്കുന്ന മലയാളി ഹമാസുകൾ നിങ്ങൾ ഇരുന്നോ ഇസ്രായേലിനെ ഞങ്ങൾ തൂത്തുപറക്കി അങ്ങ് തുടച്ച് കളയും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പ്രസ്താവന പുറപ്പെടുവിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതാണ് ഇവരുടെ ധൈര്യം. ഇതാണ് ഇവരുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള കാരണം ഇവർക്കറിയാം ഇവർ എന്ത് ഫണ്ടമെന്റലിസമാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അത് ആരും തന്നെ പോയി പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. കാര്യം ഇവർ ബേസിക്കലി തന്നെ ഇവരുടെ ആ ഒരു പഠിപ്പീരിൽ തന്നെ ഇത് ഇൻബിൽഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലുള്ള ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു ഇന്നലെ പ്രസ്താവന വന്നിരിക്കുന്നത്. അതായത് ഹസൻ നസറുള്ളയുടെ മരണം മുസ്ലിം ഉമ്മ എന്ന് പറഞ്ഞതിന്റെ ഒരു തെളിവാണെന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് പല രീതിയിലും പല നേതാക്കളും, പല മത തീവ്രവാദി നേതാക്കളും പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് മതത്തിന് വേണ്ടി വേറെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ഇതേപോലത്തെ ഒരു തീവ്രവാദ സംഘടന ഉണ്ടാവുമോ? ഞാൻ ഇതുവരെ എന്റെ ലൈഫ് ടൈമിൽ കണ്ടിട്ടില്ല. അതായത് മതത്തിന് വേണ്ടി യുദ്ധം നടത്തുന്ന, മതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആശയങ്ങളുമായിട്ട് അതിനെ മുൻനിർത്തി യുദ്ധം നടത്തുന്ന ഇത്രമാത്രമുള്ള മാസ് ക്രൗഡ് ലോകത്ത് വേറെ ഒരു സംഘടനയ്ക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും. വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ ഈ രീതിയിൽ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മതത്തിന്റെ ആശയങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ പറഞ്ഞ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന് ഇങ്ങനെ തീവ്രവാദം നടത്തുന്ന ഏതെങ്കിലും ഒരു സംഘടന ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടന ഇതേപോലെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ചോദിച്ചു നോക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ മുസ്ലിമാനും ലജ്ജിക്കേണ്ടതാണ് ഇത് കണ്ടിട്ട്. കാരണം ഇത് തീവ്രവാദമാണല്ലോ. പിഞ്ചു കുഞ്ഞുങ്ങൾ 10 മാസം 4 വയസ്സ് പ്രായമുള്ള കുട്ടികളെ വരെ അടിച്ചു കൊല്ലാൻ പ്രാപ്തിയുള്ള രീതിയിൽ മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരം മൃഗീയമായ രീതിയിൽ ചിന്തിക്കുന്ന തീവ്രവാദികളെ സൃഷ്ടിക്കുന്ന നേതാക്കൾക്കാണ് ഇത്രയും കൂട്ടം. സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരിക്കുന്നത്, അതായത് പുതിയതായിട്ട് ഒരു സെക്കൻഡ് ഫേസ് സീസ് ഫയർ ഡീൽ അല്ലെങ്കിൽ ഒരു തേർഡ് ഫേസ് ഡീൽ അങ്ങനെയൊന്നും വ്യത്യസ്തമായ ഡീലുകൾക്കൊന്നും ഇനി തയ്യാറല്ല. ഇസ്രായേൽ തയ്യാറല്ല എന്നുള്ളതാണ് കേട്ടോ. വിറ്റ്കോഫ് തയ്യാറല്ല എന്നല്ല, ഇസ്രായേൽ തയ്യാറല്ല. ഈ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഡീലില്ലേ അത് തന്നെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാന്നാണ് പറയുന്നത്. പുതിയ ടേംസ് ആൻഡ് കണ്ടീഷനോ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റിയോ കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പുതിയ രീതിയിലുള്ള ഡീൽ ഒന്നുമില്ല, ഈ എക്സിസ്റ്റിംഗ് ഡീൽ ഉണ്ട്, അത് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം വരുന്ന വ്യാഴാഴ്ച 4 പേരെ റിലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും 4 പേരും ജീവനറ്റ ശരീരങ്ങളായിരിക്കാനാണ് സാധ്യത എന്നാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് വാർത്ത വരുന്നത്. ഈ ഒരു സീസ് ഫയർ ഡീൽ ഇങ്ങനെ ഈ ഡെഡ് ബോഡികൾ കൂടുതൽ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഒരു റെസിസ്റ്റൻസ് പവർ കൂടി വരും. തീർച്ചയായിട്ടും ഇതൊരു ആക്രമണത്തിൽ തന്നെ പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജീവനുള്ള ബന്ദികളായിട്ടുള്ള കുറച്ച് പേരെ ഇനി പെട്ടെന്നൊന്നും റിലീസ് ചെയ്ത് കിട്ടത്തില്ല. അത് കുറച്ച് ലാസ്റ്റ് ഫേസ് വരെ നീട്ടിക്കൊണ്ട് പോകാനാണ് സാധ്യത. ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നായിരുന്നല്ലോ, ബസ്. ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഈ റിലീസ് ചെയ്യപ്പെട്ട തീവ്രവാദികളിലാണ് ഈ ഒരു പരിപാടി ഉള്ളതെന്നുള്ളത്. അതേപോലെ തന്നെ നയീൽ ഒബൈദ് എന്ന് പറഞ്ഞ ഒരു തീവ്രവാദി, ഇവനെ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് റിലീസ് ചെയ്ത് വിട്ടത്. അവന് റിലീസ് ചെയ്ത് പുറത്തിറക്കി ആ സ്പോട്ടിൽ തന്നെയാണ് അവൻ ഈ ഒരു ബോംബ് ബ്ലാസ്റ്റ്, ഈ ഒരു തീവ്രവാദ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് ബസ്സുകളുടെ ഉള്ളിലാണ് അവൻ വെച്ചിരുന്നത്. 4-5 ബസ്സുകളുടെ ഉള്ളിലാണ് അവൻ പൊട്ടിത്തെറിക്കാനുള്ള സാമഗ്രികളെല്ലാം കൊണ്ട് വെച്ചിരുന്നത്. അതായത് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പൊ അത്രമാത്രം അവന് ദീനാണ്. ആ ദീൻ അവന്റെ മനസ്സിൽ ഇങ്ങനെ കാത്തു കിടക്കാണ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ ഇസ്രായേലിനെതിരെ. കാര്യം അവന്റെ തലച്ചോറ് ആ രീതിയാണ് പ്രവർത്തിക്കുന്നത്. ഇസ്രായേൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പുറത്തു വിട്ടിരിക്കുകയാണ്. ഈ നെയിൽ ഒബൈദ് എന്ന് പറഞ്ഞവരാണ് ഇപ്പൊ ഈ ഒരു ആക്രമണത്തിന്റെ പുറകിൽ. ഇവൻ പുറത്തിറങ്ങിയിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ. അതുപോലെ തന്നെ 602 ആൾക്കാർ, 602 തടവ് പുള്ളികളെ ഈ പലസ്തീനിയൻ തടവ് പുള്ളികളെ വിട്ടയക്കാന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നുമില്ല, ബാക്കിയുള്ള ഡീലും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് ഈ റിലീസ് ഡീൽ, ഇതിനകത്ത് ഡീലിൽ വേറെ ഒന്നുമില്ല. അതിനകത്ത് ഈ ഡീലിൽ ഈ ഒരു കൊച്ചുകുട്ടികളുടെ മരണത്തിന് ശേഷം ഇസ്രായേൽ വളരെ കർശനമായിട്ടുള്ള നടപടിക്രമങ്ങളിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ആനുകൂല്യങ്ങളൊന്നും ഇനി ഇല്ല. ഇനി ഫ്ലെക്സിബിലിറ്റിയോ അങ്ങനെ ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല.
നിങ്ങൾ ഈ സെയിം ഡീല് ഇങ്ങ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോകുക. അല്ലാതെ IDF വിഡ്രോ ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് ഇപ്പൊ ഇസ്രായേൽ തയ്യാറല്ല എന്നുള്ളതാണ്. മുന്നോട്ട് പോകുന്നെങ്കിൽ പോവുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അടി തുടങ്ങും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഹമാസ് ഞങ്ങൾ 4 പേരെ വിട്ടുതരാന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്, ഇപ്പം ഹമാസിന്റെ സൈഡിൽ നിന്ന് വളരെ അപ്പൊ ഹമാസിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നീട്ടിക്കൊണ്ട് പോകാന്നാണ് ഇപ്പൊ ഹമാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹമാസിന്റെ പദ്ധതി മനസ്സിലായോ? അതായത് ജീവനുള്ള ആൾക്കാരെ ഇനി കൊടുക്കുന്നില്ല, അവർ ഈ ഡെഡ് ബോഡികളെ മാക്സിമം റിലീസ് ചെയ്ത് നീട്ടിക്കൊണ്ട് പോവാം, അതുവരെ കുറച്ച് ടൈം ലൈൻ കിട്ടുമല്ലോ, ആ രീതിയിലാണ് ഹമാസ് ചിന്തിക്കുന്നത്. ഈ ബന്ദിമോചനം എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ അറ്റാക്ക് തുടങ്ങും. ആ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും ഹമാസിന് ചിന്തിക്കാൻ പറ്റാത്ത അറ്റാക്കാണ്. ഇനി പ്രീ നോട്ടിഫിക്കേഷൻ കൊടുപ്പൊന്നുമില്ല, ആക്രമണം ശക്തമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കൊച്ചുകുട്ടികളെന്നോ അല്ലെങ്കിൽ ഇനി സ്ത്രീകളെന്നോ ഇങ്ങനെ ഒരു മുന്നറിയിപ്പൊന്നുമില്ല, ഇറങ്ങിപ്പോ ഞങ്ങളെ ആക്രമിക്കാൻ പോകുന്നുള്ള നോട്ടീസ് ഒന്നും കൊടുക്കില്ല, ഒരു പ്രയർ നോട്ടീസ് ഇല്ലാതെ ആക്രമണം നടത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജീവനോടെയുള്ള ബന്ദികളുടെ എണ്ണം കുറയുന്തോറും ഹമാസിന് സൈഡ് വീക്ക് ആകുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാകുന്നത്. പിന്നെ ഈ റിലീസ് ചെയ്ത് കൊടുക്കുന്ന ബന്ദികളെ കുറച്ച് ഹെൽത്തി ആയിട്ടും ജീവനോടെയുള്ള ബന്ദികളെ കൊടുക്കുന്നതാണ് ഹമാസിന് ഏറ്റവും നല്ലത്. അപ്പൊ അതുകൊണ്ടുള്ള നെഗറ്റീവ് എന്താണെന്നുള്ളത് ഇപ്പൊ ഹമാസ് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജീവനറ്റ ശരീരം കൊടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഈ ഒരു ഭവിഷ്യത്ത് ഹമാസ് നല്ല രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഞാൻ ഈ സീസ് ഫയർ ഡീൽ തുടങ്ങുമ്പോഴേ പറഞ്ഞതാണ്, phase 1, phase 2, phase 3 ഡീൽ ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്ത് ഇങ്ങനെ ഡെഡ് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നം വരും എന്നുള്ളത് ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ വളരെ ശരിയാണ്. കാര്യം വേറെ ഒന്നുമല്ല, 602 നിങ്ങൾ ഒരു പാലസ്തീൻ തടവുകാരെയും വിട്ടയക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട ഡീലിൽ ഒരു തീരുമാനമാകാണ്ട് ഒരു രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസും ഹമാസിനോട് കാണിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹമാസ് ഈ ബന്ദികളെ റിലീസ് ചെയ്യുന്ന വീഡിയോകൾ കണ്ട് കർശനമായിട്ടുള്ള രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മോചിതരായ ബന്ദികൾ ഡൊണാൾഡ് ട്രംപിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ചില ട്വീറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ അനുഭവിച്ച ചില വിഷയങ്ങളെ കുറിച്ചും അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്വീറ്റുകളൊക്കെ ഡൊണാൾഡ് ട്രംപ് റീട്വീറ്റ് ചെയ്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ ഈ ഉമ്മത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തീവ്രവാദികൾക്കൊക്കെ ലോകത്ത് മുസ്ലിം ഒഴികെ ബാക്കി ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇവർ എത്തിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഒരു തീവ്രവാദികളുടെ ഫ്യൂണറലിനൊക്കെ വന്നു കൂടുന്ന ആൾക്കാരുടെ ഒരു കൂട്ടം കാണുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.